again welcome back to our channel. അങ്ങനെ നടക്കണ നമ്മൾ ട്രിപ്പ് പോയതിൻ്റെ രണ്ടാമത്തെ പാട്ടും ഇതിൽ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വൺ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ട്രിപ്പാണ് കേട്ടോ. വയനാട്ടിലൊരു റിസോർട്ട് എടുത്തതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി ഒരു വീഡിയോയിൽ കൊള്ളായിട്ടാണ് സെക്കൻഡ് പാർട്ടാക്കിയിട്ട് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാക്കുന്ന ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് സ്റ്റേ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒക്കെ വെക്കേറ്റായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിശപ്പായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കണ ഞങ്ങൾക്ക് ഫാമിലിക്ക് ഒന്നായിട്ട് കഴിക്കാനായിട്ട് അവർ ടേബിളൊക്കെ ഒന്നായിട്ട് ഇട്ട് തരാം കേട്ടോ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ളത് അനുസരിച്ച് ഫുഡൊക്കെ മേടിച്ചു, കഴിച്ചു, വയറ് നിറച്ചു. പിന്നെ ഞങ്ങൾ ഇതാക്കുന്ന ഒരു സിബ് ലൈൻ ഇങ്ങനെ വരുന്ന വഴിക്ക് തന്നെ സിബ് ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളവിടെ സിബ് ലൈൻ കയറണം പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരും കൂടി കയറാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഞാനും നല്ല ധൈര്യത്തിൽ തന്നെ സിബ് ലൈൻ കയറാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എന്നോ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര പേടിയുണ്ട്. ഭയങ്കര പേടി. അങ്ങനെ എന്തായാലും ഇവരെല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് എന്തോ ഒരു ധൈര്യം വന്ന് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താവോ എന്തോന്നറിയില്ല. പിന്നെ അവസാനം മൊത്തത്തിൽ ഭയാനകരമായി തന്നെ കേട്ടോ, ഒരു ഭയങ്കര പേടി. ഞാൻ ലാസ്റ്റ് ആയിട്ട് കയറി, എന്നാലും എൻ്റെ പേടി മാറില്ല. ഞാൻ അതിൻ്റെ മുകളിൽ ഹൈറ്റ് തന്നെ എത്തിയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം തല കറങ്ങി, നന്നായിട്ട് പേടിയായി കേട്ടോ. പിന്നെ ഞാൻ തിരിച്ചിറങ്ങണം എന്നുണ്ട്, പക്ഷെ കയറണം എന്നുണ്ട്. ആ ഒരു പ്രത്യേകതരം ഒരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഇറങ്ങണമെന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു സംഭവം. ഞാൻ കയറി ഫൈനലി, പക്ഷേ ഞാൻ കണ്ണ് ചുമ്പിയാണ് പോയിട്ട് നന്നായിട്ട് കൂക്കിളിച്ച്. പക്ഷെ ഞാനൊന്നും കണ്ടില്ല, അവിടെ എത്തുന്നവരെ ഞാനൊന്നും കണ്ടിട്ടില്ല. അത് എക്സ്പ്ലോർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാനത് അനുഭവിച്ചിട്ടില്ല. ഞാൻ കണ്ണ് ചുമ്പിയോണ്ട് ഒന്നും കണ്ടില്ല. അവിടെ എത്തോളം ഞാനൊന്നും അറിഞ്ഞില്ല. ഞാനിങ്ങനെ പോകുന്നുണ്ട്, ഞാനിപ്പോൾ വിൽക്കും, ആ ഒരു ഫീല് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൂടി ഞാൻ മേ ബി ചിലപ്പം ഒന്നുകൂടി കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മാക്സിമം ഓക്കെ ആവുമായിരുന്നു എനിക്ക് തോന്നിട്ടോ. ഇനി മുന്നോട്ടും ചിലപ്പോൾ ഒന്നുകൂടി കയറുമ്പം ധൈര്യം വരാൻ സാധ്യത ഉണ്ട്. ഒന്നുകൂടി എന്തായാലും ഒന്ന് കയറണം. വേറെ ഇടുന്നെങ്കിൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും കയറണം. പക്ഷെ കാക്ക സമ്മതിക്കുമോ എന്നാണ് പേടി. അന്നപ്പോൾ കാക്ക പറഞ്ഞിട്ട് എനിക്ക് പറ്റൂല, ഇനി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ധൈര്യം തരേണ്ട ആൾ ധൈര്യം തരാതെന്ന്, അതാണ് പറ്റിച്ച്. എന്നാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാക്കണ താഴത്തുനിന്ന് കുറേ ചീത്ത കേട്ടിട്ട് എല്ലാവരുടെ വകയും ഭയങ്കരമായിട്ട് ഇറങ്ങിയപ്പോൾ താഴെ ഇറങ്ങിയപ്പോൾ ഭയങ്കര കമൻസ് ആയിട്ട് എല്ലാവരും. ഞാൻ ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം, ശരി എല്ലാ ചെറിയ കുട്ടികളൊക്കെ കയറിയിട്ടും ഞാൻ മാത്രം ഇങ്ങനെ ധൈര്യമില്ലാതെ കാണിച്ചപ്പം അവരൊക്കെ ഇങ്ങനെ കമൻറ്റ് അറിഞ്ഞിട്ടു. തമാശ കിട്ടും, അല്ലാണ്ട് സീരിയസ് ആയിട്ടല്ല, ഒക്കെ കളിയായിട്ട് എങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമും ഐസും ഫ്രൂട്ടിയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വേറൊരു പാർക്കിലോട്ട് ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അവിടെയുള്ള ലക്കിടിയിലുള്ള ടീൻസേനിയ അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. ഇവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫാമിലി പൂളാണെങ്കിലും സിപ്പ് ലൈന്, സൈക്കിള്, അമ്പയ്യലും വെടിവെക്കലും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ കുട്ടി കടകളുണ്ട് കേട്ടോ. പിന്നെ സ്ലൈഡിങ്, അങ്ങനെ ഒരുപാട് ബോട്ടിങ്, അങ്ങനെ ഒരുപാട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല പോലെ ഇഷ്ടം. ഇവിടെ വന്നാൽ 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പാർക്ക് എന്തായാലും വിസിറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം പിന്നെ മോന് ബാത്റൂമിൽ കൊണ്ടുവന്ന് അങ്ങനെ ഓരോ ഐറ്റംസായിട്ട് പിന്നെ നന്നായിട്ട് വീഡിയോ എടുക്കാനായില്ല. ഞാൻ ഫുള്ളായിട്ട് കറങ്ങിയൊന്നും വീഡിയോ എടുത്തില്ല. ജസ്റ്റ് എൻട്രൻസിലൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്ത് മക്കൾ കയറിയ ആ ഏരിയകളൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അടിപൊളിയാണ് കേട്ടോ. വേണമെങ്കിൽ ഞാൻ വീഡിയോ ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എന്തായാലും 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാം. മക്കളെയും കൊണ്ട് അവർക്ക് ഇഷ്ടമാവും, ഉറപ്പാണ് കേട്ടോ. കിടില റോഡ് സൈഡിൽ തന്നെയാണ്. നമ്മൾ വയനാട്ടിൽ നിന്ന് കയറുമ്പോൾ
കയറി ചെല്ലുന്ന തന്നെ ഈ ഒരു പാർക്കിലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ലൊക്കേഷൻ കാര്യമൊന്നും ശരിക്കും നോക്കണ്ട, പെട്ടെന്ന് നമ്മൾ വയനാട്ടിൽ കയറുമ്പോൾ തന്നെ ലൊക്കേഷൻ കിട്ടിക്കോളും, പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് ഈ പാർക്ക് വരുന്നത്, അടിപൊളിയാണ്. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് മക്കളെ കൂടെ തന്നെ ഉണ്ടോ, മക്കളെ കൂടെ ആഘോഷം അത് ഇത് അവരുടെ ബോട്ടിങ് ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയതാറില്ല. പിന്നെ ഏകദേശം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തണ്ടേ, ഒരു രാത്രി ആകുമ്പോഴേക്കും എന്തെങ്കിലും നാട്ടിലെത്തണം, ചുരം ഇറങ്ങണം, അങ്ങനെ കാണും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പൂളും കാര്യങ്ങളൊന്നും ഞാൻ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അങ്ങോട്ട് ഒരുപാട് അഡ്വഞ്ചറസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എന്തൊക്കെയൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ട് കയറി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് അറിയിക്കാം. അപ്പം ഞങ്ങളതാ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പാട്ട് വെച്ച് മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെ റിട്ടേൺ ആണ്. ഇപ്പം ഞങ്ങൾ തിരിച്ച് അടിവാരെത്തിയപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തിട്ടോ, നല്ലൊരു മഴയും കിട്ടി. അങ്ങനെ നാട്ടിലെത്തിയിട്ടോ. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിലിങ് പറയാനായിട്ട്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്, നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെടും ആയിരിക്കും. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ. ഉറങ്ങിയോ നീ? ചായ കഞ്ഞിയൊക്കെ മതി.